നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇനി മിസൈലുകളും യുദ്ധവിമാനങ്ങളും മാത്രം നിർണ്ണയിക്കുന്ന പോരാട്ടമല്ല. ആകാശത്തിനപ്പുറം ബഹിരാകാശത്തിലേക്കും ഈ പോരാട്ടം വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു മാറ്റത്തെയാണ്. ഇറാൻ ചൈനീസ് സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ അമേരിക്കയുടെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിച്ചിരിക്കാം എന്നതാണ്. ഇത് ശരിയാണെങ്കിൽ യുദ്ധത്തിന്റെ കളി തന്നെ മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് ലോകം കടന്നിരിക്കുകയാണ്. ചൈനീസ് കമ്പനിയായ എർത്തൈ വികസിപ്പിച്ച TEE-01B ഉപഗ്രഹം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ട് ആദ്യം പുറത്തു വന്നപ്പോൾ അതൊരു സംശയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വിദഗ്ധരും അതിന് പിന്തുണ നൽകുമ്പോൾ ഈ സംശയം കൂടുതൽ ഉറച്ച യാഥാർത്ഥ്യമായി മാറുകയാണ്. അതായത് അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സൈനിക കേന്ദ്രങ്ങൾ പോലും ഇനി സുരക്ഷിതമല്ല എന്ന ഭയം ഉയരുന്നു. US-ഇറാൻ സംഘർഷത്തിൽ US-ന്റെ സൈനിക കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാൻ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം ഇറാൻ ഉപയോഗിച്ചതായുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ചൈനീസ് കമ്പനിയായ എർത്തൈ വികസിപ്പിച്ച TEE-01B എന്ന ഉപഗ്രഹം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ ഉപയോഗിച്ചു എന്നായിരുന്നു ഫിനാൻഷ്യൽ ടൈംസ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ വിദഗ്ധരും രംഗത്തെത്തി. തക്ഷശില ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്പേസ് പവർ അനലിസ്റ്റായ അശ്വിൻ പ്രസാദ് റാവുവും ആദിത്യ രാമനാഥനും ചേർന്നാണ് TEE-01B എന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ ഡേറ്റ വിശകലനം ചെയ്തുകൊണ്ടുള്ള കുറിപ്പ് എക്സിൽ പങ്കുവച്ചത്. ഒന്നിലധികം US ബേസുകൾ നിത്യവും ഈ സാറ്റലൈറ്റിന്റെ സർവൈലൻസിലായിരുന്നു എന്ന് വിശകലനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. US സ്പേസ് ഫോഴ്സിന്റെ സ്പേസ് ട്രാക്ക് ഡേറ്റാബേസിൽ നിന്നുള്ള ഓർബിറ്റൽ വിവരങ്ങൾ, SGP ഓർബിറ്റ് പ്രൊപ്പഗേഷൻ മോഡൽ, ഉപഗ്രഹങ്ങൾ കടന്നു പോകുമ്പോൾ പകൽ വെളിച്ചത്തിന്റെ സ്ഥിതി നിർണ്ണയിക്കുന്ന നാസയുടെ ഉപഗ്രഹ ഡേറ്റ തുടങ്ങി പൊതുവായി ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ വിശകലനം നടത്തിയത്. ഗവേഷകരുടെ വിശകലന പ്രകാരം ഈ കാലയളവിൽ TEE-01B എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ കൂടി കുറഞ്ഞത് ഒരു പകൽ വെളിച്ചത്തിലെങ്കിലും കടന്നു പോയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, കുവൈറ്റിലെ ബ്യൂറിംഗ് ക്യാമ്പ്, അലി അൽ സലേം എയർബേസ്, ജിബൂട്ടിയിലെ ക്യാമ്പ് ലെമോണിയർ, ഒമാനിലെ ദുഃഖം വിമാനത്താവളം എന്നിവ TEE-01Bയുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഓരോ പ്രദേശത്തിൽ കൂടി ഡസൻ കണക്കിന് തവണ ഇവ സഞ്ചരിച്ചിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ചില പ്രദേശത്ത് 50-ലേറെ തവണ കടന്നുപോയതായും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം നിരീക്ഷണത്തിനായി ഉപഗ്രഹങ്ങളെ സജീവമായി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചതിനു ശേഷം അന്താരാഷ്ട്ര ഉപയോക്താക്കൾക്ക് അതിന്റെ ഇൻ ഓർബിറ്റ് ഡെലിവറി സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് എർത്തൈ. ഇതിനു പുറമെ ബീജിംഗ് ആസ്ഥാനമായുള്ള എംപോസ് എന്ന കമ്പനിയുടെ ആഗോള ഗ്രൗണ്ട് സ്റ്റേഷൻ ശൃംഖല ഉപയോഗിക്കാനുള്ള അനുമതിയും ഇറാന് ലഭിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാർച്ചിൽ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇതൊരു രാഷ്ട്രീയ സന്ദേശമാണ്. ചൈനയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇനി വാക്കുകളിൽ ഒതുങ്ങുന്ന സൗഹൃദമല്ല, അത് സാങ്കേതിക സൈനിക സഹകരണമായി വളർന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാനുള്ള പുതിയ കൂട്ടുകെട്ട് രൂപപ്പെടുന്നതിന്റെ സൂചനയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി എപ്പോഴും അതിന്റെ സൈനിക മികവും രഹസ്യ വിവരശേഖരണ ശേഷിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ മേഖലയിൽ തന്നെ ചൈനയും ഇറാനും ചേർന്ന് വെല്ലുവിളി ഉയർത്തുകയാണ്. ഉപഗ്രഹ നിരീക്ഷണം പോലുള്ള ഹൈടെക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ് ഇറാൻ ഉണ്ടാകുന്നത് യുദ്ധത്തിലെ ശക്തി സമവാക്യം തന്നെ മാറ്റിമറിക്കുന്നതാണ്. ഇത് ഒരു സൈലന്റ് വാറാണ്, ശബ്ദമില്ലാതെ തന്നെ പക്ഷെ അതിവേഗം മുന്നേറുന്ന യുദ്ധം. മിസൈലുകൾ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നീക്കങ്ങൾ കണക്കാക്കി ശത്രുവിനെ മുട്ടുകുത്തിക്കുന്ന ഒരു പുതിയ തന്ത്രം. അതിനാണ് ചൈന ഇറാനെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നതെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിന് പിന്നാലെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം, ഇത് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പാണോ? ലോകത്തിലെ ഏകാധിപത്യ ശക്തി എന്ന നിലയിൽ അമേരിക്കയെ വെല്ലുവിളിക്കാൻ ചൈന ഇറാൻ സഖ്യം ഒരുങ്ങുകയാണ്.